ഇത്രയും നേരം നമ്മൾ പവർ ബിഐയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡയറക്റ്റ് പവർ ബി എന്ന ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളുടെ ഈ പവർ ബി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇതില് ബ്ലാങ്ക് റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്ലാങ്ക് റിപ്പോർട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴെന്താ അവിടെ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പവർ ബിഐയുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഇന്റർഫേസ്. ഇതിന് നമ്മൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നു. ഇനി എവിടെയായിരിക്കും പവർ ബിഐയുടെ ബാക്ക് എൻഡ് വരുന്നത്? ബാക്ക് എൻഡ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോം ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പവർ ബിഐയുടെ ബാക്ക് എൻഡ് കാണാൻ സാധിക്കും. ഈ ബാക്ക് എൻഡിന് നമ്മൾ പറയുന്നതാണ് പവർ ക്വറി എഡിറ്റർ. ഓക്കെ, അപ്പം പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ പവർ ബിഐയുടെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്കിനി ഇതിലോട്ട് എന്താ നമ്മളുടെ ഡാറ്റയെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമുക്ക് കിട്ടുന്ന ഡാറ്റ. അപ്പൊ നമ്മൾ ഡാറ്റയെ കണക്ട് ചെയ്യുന്നത് ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ പവർ ബി ഐക്ക് അകത്തോട്ട് ഡാറ്റയെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഗെറ്റ് ഡാറ്റ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ സോഴ്സസ് കാണാൻ പറ്റും. എക്സൽ വർക്ക് ബുക്ക്, പവർ ബി ഐ സെമാന്റിക് മോഡൽസ്, അങ്ങനെ കുറെ സോഴ്സസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ ഏത് സോഴ്സിൽ നിന്നാണോ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഡാറ്റയെ പവർ ബി ഐക്ക് അകത്തോട്ട് എന്താ കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റ കിടക്കുന്നത് ടെക്സ്റ്റ് ഓർ CSV ഫയലിലാണ്. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്തു. പിന്നെ എവിടെയാണ് ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പൊ എന്റെ ഡാറ്റ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് എന്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. ഇതൊരു കമ്പനിയുടെ ഡാറ്റാസ് ആണ്. അപ്പൊ ഇതിൽ ഒരു ടേബിൾ അല്ല ഉള്ളത്, പല പല ടേബിൾസ് ഉണ്ട്. ഒരു കമ്പനീനെ റിലേറ്റ് ചെയ്ത് ഒരു കമ്പനിയുടെ പല സെക്ടേഴ്സിലുള്ള ഡാറ്റാസ് ആണ് ഇവിടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ ഓരോന്നായിട്ട് നമുക്ക് പവർ ബി ഐക്ക് അകത്തോട്ട് കണക്ട് ചെയ്യാം. അത് ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ആദ്യം ഡാറ്റ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാം: ലോഡ്, ട്രാൻസ്ഫോം ഡാറ്റ ആൻഡ് ക്യാൻസൽ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി സ്റ്റെപ്സ് പറഞ്ഞതാണ്. കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ ആദ്യം ട്രാൻസ്ഫോം ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ട്രാൻസ്ഫോം ഡാറ്റ കൊടുക്കുക. ഓക്കെ, ട്രാൻസ്ഫോം ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പവർ ക്വറി എഡിറ്റർ അല്ലെങ്കിൽ പവർ ബിഐയുടെ ബാക്ക് എൻഡിലേക്കായിരിക്കും പോവുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്താ ഡാറ്റയെ കണക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്നാണ് ഡാറ്റയെ കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിൽ നിന്നും ഡാറ്റയെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു ഡാറ്റയെ അല്ലേ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതാ കലണ്ടർ ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഡാറ്റയെ മാത്രമേ നമ്മൾ ബാക്ക് എൻഡിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോരോ ഡാറ്റയെയും നമുക്ക് ഇതിലേക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഇവിടെ ന്യൂ സോഴ്സ് ഉണ്ട്, ന്യൂ സോഴ്സ് എടുക്കാം. സെയിം തന്നെ ബാക്ക് എൻഡിലും നമുക്ക് ഡാറ്റയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ന്യൂ സോഴ്സ്. അതിൽ ടെക്സ്റ്റ് ഓർ CSV ഫയൽ എടുക്കുക. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഏത് ഫോൾഡറിലാണോ ഡാറ്റ കിടക്കുന്നത് അതിൽ നിന്ന് എടുക്കുക. ഓക്കെ, ഇപ്പൊ കലണ്ടർ ലുക്കപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കസ്റ്റമർ ലുക്കപ്പ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പൊ ഇനി ചെയ്യുന്ന ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി എന്താ ട്രാൻസ്ഫോമിലേക്ക് വരും. ഇവിടെ നേരത്തെ നമ്മൾ ആദ്യത്തെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്തപ്പം അവിടെ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: ലോഡ്, ട്രാൻസ്ഫോം, ക്യാൻസൽ. പക്ഷെ ബാക്ക് എൻഡിൽ നമ്മൾ ഡാറ്റയെ കണക്ട് ചെയ്യുമ്പോൾ ഇനി ഇവിടെ 2 ഓപ്ഷൻസേ വരുള്ളൂ: ഓക്കെ ഓർ ക്യാൻസൽ. കാരണം ഇതിൽ ഓട്ടോമാറ്റിക്കലി ഇനി ബാക്ക് എൻഡിലേക്ക് ആയിരിക്കും ഡാറ്റാസ് കണക്ട് ആവുന്നത്. അപ്പൊ ഞാൻ എന്റെയിലുള്ള എല്ലാ ഡാറ്റാസിനും ഇതിലേക്ക് 1 by 1 ആയിട്ട് കണക്ട് ചെയ്യാണ്.